ക്രിസ്റ്റൽസിന് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പലർക്കും ക്രിസ്റ്റലിനെ കുറിച്ച് അറിയത്തില്ല. ഈവൻ വെൽത്ത് മാനേജ്മെന്റിന് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ്റെ ക്രിസ്റ്റൽസ് ഓൾറെഡി ഉണ്ട്. ക്രിസ്റ്റൽസിനൊരു ഗുണമുണ്ട്, അതിന് എനർജിയെ റിസീവ് ചെയ്യാനും ഹോൾഡ് ചെയ്ത് വെക്കാനും എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ ആഢ്യത്വത്തെ വിളിച്ചു കാണിച്ചിരുന്നത് ജേഡാണ്. ക്രിസ്റ്റൽ ഹീലിംഗ് വരും, അതായത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല ഹീലേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയോഗമാണ്. നമുക്ക് സമയവും മാത്രമേ നല്ല ജെന്യൂൻ ഹീലേഴ്സ് നമ്മുടെ മുമ്പിൽ വരുള്ളൂ. അല്ലെങ്കിൽ ഹീലേഴ്സ് വരും, എന്തൊക്കെ ചെയ്യും, പോകും. പക്ഷേ അവിടെ മുതൽ നമ്മൾ ആ പറയുന്ന സംഭവത്തിന് എന്താ പറയുക, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങും. ക്രിസ്റ്റൽ ഹീലിംഗിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് ആൾക്കാർ നടക്കുന്നുണ്ട്. അതായത് പല പല ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നുണ്ട്, പല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾക്കൊരു കുട്ടിയുടെ എന്താ പറയുക ജനനം വരെ സാധ്യമായി എന്ന് പറയുന്നുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ ഈ ക്രിസ്റ്റൽസ് റേക്കിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ക്രിസ്റ്റലിനെ കുറിച്ചൊക്കെ അറിയുന്നത്. ക്രിസ്റ്റൽസിനോട് പിന്നെ പെട്ടെന്ന് എനിക്കൊരു അട്രാക്ഷൻ തോന്നി. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ക്രിസ്റ്റൽസിലേക്ക്. വല്ല റോസ് കോഡ്സ് അങ്ങനെ പല ക്രിസ്റ്റലുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് ഞാൻ റോസ് കോഡ്സ് ഇടാൻ പറയും. അപ്പം പലരുടെ ഒരു ഇത് ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടൊക്കെ തോന്നുന്നു ഞാനത് ഭയങ്കരമായിട്ട് സെയിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. എനിക്ക് ക്ലയൻസോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് വരുത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒറിജിനൽ ക്രിസ്റ്റൽസ് കിട്ടുന്നത് ഇന്ത്യയിലേക്ക് കൂടുതൽ പുറത്താണ്. അതുപോലെ ഷിപ്പിംഗ് ചാർജും ഒക്കെ കൊടുത്ത് നമ്മൾ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരുന്നു. റോസ് കോഡ്സിൻ്റെ ഒരു 1.5 കിലോയുടെ ക്രിസ്റ്റൽ ഞാൻ വരുത്തിച്ചു കൊടുത്തു. ടാൻസാനിയൻ ക്രിസ്റ്റലാണ് വരുത്തിച്ചു കൊടുത്തു. അതിന് അവൾ ദുബായിലാണ്. അപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൾ ഇതുകൊണ്ട് എങ്ങനെ പോകും, കാരണം 1.5 കിലോയുടെ ഓളം വലിയ റോയാണ്. അപ്പോൾ കുറേ ഇഷ്യൂസ് ഉണ്ട് ആൾക്ക്, റിലേഷൻഷിപ്പിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റേക്കിയും പഠിച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആയി. എന്നിട്ട് എൻ്റെ അടുക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, റോസ് കോഡ്സ് ആണ് എല്ലാം ശരിയായി. ഞാൻ ചോദിച്ചു, നല്ല ഗുഡ് ന്യൂസ്. അത് പറഞ്ഞ് റോസ് കോഡ്സ്. അപ്പം ഞാൻ തമാശയ്ക്ക് കൗണ്ടർ അടിച്ചു അവളുടെ അടുത്ത് അന്നേരം. പക്ഷെ എന്നാൽ പോലും അവൾ എന്നോട് പറഞ്ഞു, റോസ് കോഡ്സ് വെച്ചതിന് ശേഷം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിരുന്നു. ഹസ്ബൻഡ് എന്നെ കേൾക്കുന്നു, കുറേ കൂടി മനസ്സിലാക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, കുറച്ചും കൂടി സമയം കണ്ടെത്തുന്നുണ്ട്. അവർ ബെഡ്റൂമിൽ വെക്കാനാണ് ഞാൻ പറഞ്ഞത്. അവരുടെ രണ്ടുപേരുടെയും കൂടെ കപ്പിൾ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്രിസ്റ്റൽസിന് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പലർക്കും ക്രിസ്റ്റലിനെ കുറിച്ച് അറിയത്തില്ല. അവരെല്ലാവരും കണ്ടിട്ടുള്ളത് ഈ ഒന്നെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരുപാടുണ്ട്, അവരുടെയും കുറ്റമല്ല, സിന്തറ്റിക് ഒരുപാടുണ്ട്. അപ്പം അതിനകത്ത് ഒരു എനർജി പ്രൊഡക്ഷൻ ഉണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കഴിവുണ്ട് നാച്ചുറൽ ക്രിസ്റ്റൽസിന്. അപ്പോൾ അതിൽ റോസ് കോഡ്സ് റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ അതിൽ അവളെ നല്ല രീതിയിൽ അവർ തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായപ്പോൾ ടൈം അവർ ഒന്നിച്ചിരിക്കാൻ, ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കാൻ പറ്റി. അങ്ങനെ പറ്റിയപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ക്രിയേറ്റ് ആയി അവരുടെ ഒരു സ്നേഹത്തിൽ. അപ്പോൾ അവൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവൾ ഏറ്റവും കൂടുതൽ, ഞാൻ എപ്പോഴും പറഞ്ഞു റേക്കിയും ഉണ്ട് കേട്ടോ, റേക്കിയും പഠിച്ചു. അപ്പോൾ ആണ്, പക്ഷെ അവൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് റോസ് കോഡ്സ് ആണ്. അതായത് ഈ എപ്പോഴും നമ്മൾ കുറച്ചുകൂടെ ക്ലോസ്ലി മോണിറ്റർ ചെയ്താൽ മനസ്സിലാവും, ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിൽ ഒരു ക്രിസ്റ്റലിൻ്റെ സ്വാധീനമുണ്ട്. പല ലീഡ് ചെയ്ത് നിൽക്കുന്ന എ ഗ്രേഡ് ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ, സോ അവരുടെ ബെഡ്റൂമിലെന്നല്ല അവരുടെ വീടുകളിൽ പല ഭാഗങ്ങളിലും ക്രിസ്റ്റൽസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കയറി പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കത് മനസ്സിലാവും, അല്ലാത്തവരത് ജസ്റ്റ് കണ്ടിട്ട് അങ്ങ് പോകും. ഈവൻ വെൽത്ത് മാനേജ്മെൻറ്റിന് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ്റെ ക്രിസ്റ്റൽസ് ഓൾറെഡി ഉണ്ട്. ബ്ലാക്ക് ടെർമിനലൊക്കെ ചില വീടുകളിൽ കാണും, കാരണം നെഗറ്റീവ് എനർജീനെ റിമൂവ് ചെയ്യും. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ സാർ, ഞാൻ ഇതൊന്ന് സെയിൽ ചെയ്യത്തക്ക രീതിയിലൊന്ന് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരുപാട് ഫേക്ക് ഒരുപാടുണ്ടെന്ന്. അപ്പം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഷിപ്പിംഗ് ചാർജാണ്, പെട്ടെന്ന് അഫോർഡ് ചെയ്യാം. അങ്ങനെയുള്ളതാണ് ഈ സാറ് പറഞ്ഞ അപ്പർ ക്ലാസ് ഫാമിലിയിലൊക്കെ അവർക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്കൊന്നും അതത്ര എന്താ പറയുക, ഒരു സുലഭം അല്ലാതെ കിട്ടുന്നൊരു സാധനം. കിട്ടുന്നതൊക്കെ എന്താണ് ഈ പറഞ്ഞല്ലേ ലാബിൽ ചെയ്തെടുക്കുന്നതുണ്ട്. ഇതൊരു മിനറൽസ് ആണല്ലോ ഇതിനകത്തുള്ളത്. നമ്മൾ ലാബിൽ ചെയ്യുന്നതുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ സിന്തറ്റിക് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഞാൻ ട്രൈ ചെയ്തതാ. അപ്പോഴാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ക്രിസ്റ്റലിന് ഇപ്പോൾ 1000 രൂപ എന്നിരിക്കട്ടെ ഒരു ബ്രേസ്ലെറ്റ് ഒരു നില. ഞാനത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേന്
4,000 രൂപ 3,000 രൂപ ഒരു പീസിനൊക്കെ ഷിപ്പിംഗ് ചാർജ്. അത് വരുന്നത് അർജന്റീന, നോർത്ത് അമേരിക്ക, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, ടാൻസാനിയ, സൗത്ത് കൊറിയ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് വരുന്നത്. അപ്പം നമുക്കൊരു ഭയങ്കര ഷിപ്പിംഗ് ചാർജാണ്. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം. അവിടെ നിന്നൊക്കെയാണെങ്കിൽ ഓക്കെ. ഈ പറഞ്ഞാൽ അപ്പർ ക്ലാസ് ഫാമിലിക്ക് അത് ഈസിയാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ അതവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് നോക്കിയാൽ മതി, മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ ആഢ്യത്വത്തെ വിളിച്ചു കാണിച്ചിരുന്നത് ജേഡാണ്, ഗ്രീൻ ജേഡ് അല്ലേ? അവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ്. റോയൽ മൊണാർക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ മിക്ക റോയൽ മൊണാർക്കിയുടെയും അസറ്റ് മാനേജ്മെൻറ്റ് ഹ്യൂജാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തായ്ലൻഡ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി $30 trillion ആണ്. വൺ ഓഫ് ദ റിച്ചസ്റ്റ് മൊണാർക്കി ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സംഭവങ്ങളുണ്ട്. ജേഡിൻ്റെ സോഴ്സ് ഭയങ്കര വലുതാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടുത്തെ അതിസമ്പന്നന്മാരുടെ പല വീടുകളിലും പോലും ജേഡുണ്ട്. അവരുടെ ഒരു മാല അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റിയെ കാണിക്കുന്നതാണ്, അവരുടെ റിച്ച്നെസ്സിനെ കാണിക്കുന്നതായിരുന്നു ജേഡ്. ഈ റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടു, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഇതില്ലേ, അവിടുത്തെ ഒരു ഇത് സിംഹാസനം വന്നിട്ട് ക്രിസ്റ്റലിൽ ചെയ്തിരിക്കുന്ന, ആരോ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അതിലിങ്ങനെ കാണിച്ചിരിക്കുന്നത് നാച്ചുറൽ ക്രിസ്റ്റൽ ക്ലിയർ കോട്ട്സിൽ ചെയ്തിരിക്കുന്ന ബെൽജിയം വന്നത് ചെയ്തിരിക്കുന്നത്. അന്നൊക്കെ അവരായിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പലരും പുറമേ ഇത് പറയുന്നില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ ഈ എനർജി വേൾഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സംഭവം വരും. അത് എനർജി നമ്മളെ കണക്ട് ചെയ്യുന്നത് പോലെ ക്രിസ്റ്റലും കണക്ട് ചെയ്യും. ഞാൻ ഈ എല്ലാ ഇതിലും പറയും, ഞാൻ നേരത്തെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു പോയൊരു കാര്യം ഉണ്ടായിരുന്നു. സ്പിരിച്വൽ ഗുരുക്കന്മാരിങ്ങനെ പലതും പറയുന്നു, അല്ലെങ്കിൽ റേക്കി കർമ്മ എടുക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട്. അതേപോലെ തന്നെയാണ് ക്രിസ്റ്റലുകളെ കുറിച്ച് വരുമ്പോഴും, ക്രിസ്റ്റല് ഈ ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ സ്പിരിച്വൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നൊക്കെ പറയാം. ആക്ച്വലി ക്രിസ്റ്റലിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ആധുനിക മേഖലകളിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഡ്സ് വാച്ചുകൾ, TV, ഇപ്പോൾ കമ്പ്യൂട്ടർ ചിപ്പുകൾ, റേഡിയോയിൽ, പിന്നെ ഈ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, നീഡിലുകൾ, CT മെഷീൻ, CT സ്കാൻ്റെ മെഷീൻ, MRI മെഷീൻസ്, എന്തിനേറെ പറയുന്നു നമ്മുടെ ഇതില്ലേ മിലിറ്ററിയിലൊക്കെ ബോംബിലൊക്കെ തന്നെ അതിൻ്റെ ഇതുകൊണ്ട് നാച്ചുറൽ ക്രിസ്റ്റൽസ് ഉണ്ട്. അത് നമുക്ക് അത് ജനറലാണ്, അത് മീൻസ് സയൻസുമായിട്ട് സയൻറ്റിഫിക് ആണ് അത്. അപ്പോൾ അതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റലുകൾ. പക്ഷേ കാണുമ്പോൾ എന്താണ്, ഇത് നമ്മൾ ഈ സ്പിരിച്വൽ വർക്കേഴ്സ് മാത്രം ഇടുന്ന ഒന്ന് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ശരി. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്രിസ്റ്റൽ ഹീലിംഗ് വളരെ വലുതാണ്. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ വേറൊരു സംഭവം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഈ ഹീലിങ്ങിന് വരുന്ന മിക്ക ആൾക്കാരും ഒന്ന് ടെൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് സുഖമില്ലായിരിക്കാം, വട്ടെവർ ഏത് റീസണിലാണെങ്കിലും ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. സോ അപ്പോൾ ക്രിസ്റ്റൽ ഓൾവേസ് തണുപ്പാണല്ലോ. ക്രിസ്റ്റൽ ഹീല് ചെയ്യുന്ന സമയങ്ങളിൽ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ പൂർണ്ണമായിട്ടും നോർമൽ ലെവലിലേക്ക് വരുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഒബ്സർവ് ചെയ്ത സംഭവമാണ്. അപ്പോൾ എന്തായാലും മാഡം പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ ഹീലിംഗ് അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ഒരു സോഴ്സിങ് എല്ലാവർക്കും ലഭ്യമാകാൻ അവസരങ്ങൾ വരട്ടെ. എല്ലാവരും അതനുസരിച്ച് അടുത്ത ലെവലിലേക്ക്. അതെന്താണെന്നറിയാമോ സാർ ഈ പറഞ്ഞത്, ഈ ക്രിസ്റ്റൽസിനൊരു ഗുണമുണ്ട്. അതിന് എനർജിയെ റിസീവ് ചെയ്യാനും ഹോൾഡ് ചെയ്ത് വെക്കാനും എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്തൊരു നാച്ചുറൽ മിനറൽസ് ആണ് ഈ സോഡിയം, അയൺ, കാൽസ്യം പോലുള്ള മിനറൽസ് ആണ്. അത് നമ്മുടെ ബോഡിയിലും ഉണ്ട്, ആറ്റംസ് അല്ലേ നമ്മുടെ ബോഡിയിലും ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ നമ്മുടെ എന്താണോ ഇഷ്യൂ ഉണ്ടാകുന്നത് അതങ്ങ് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അത് സയന്റിഫിക്കലി അതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്രിസ്റ്റൽ ഹീലിംഗ് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അതിലുപരി നല്ല ക്വാളിറ്റി ഹീലേഴ്സിനെ കണ്ടുമുട്ടാനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.